ഓരോ ദിവസവും പുതിയ പുതിയ വീടുകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. 5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട്. കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർന്ന ഒരു മോഡേൺ ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 100 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 7 കിലോമീറ്റർ, പള്ളിക്കര 1 കിലോമീറ്റർ, കിഴക്കമ്പലം 2 കിലോമീറ്റർ, സമരട്ടൺ ഹോസ്പിറ്റൽ 3.5 കിലോമീറ്റർ, എടപ്പള്ളി 13 കിലോമീറ്റർ, എയർപോർട്ട് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മലയോറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 5 മീറ്റർ വിടുത്തുള്ള ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ്. ഈ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് ഈ മതിലിൽ നൽകിയിരിക്കുന്നത്. ഇടയിൽ ടെറാക്കോട്ട ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഗേറ്റ്. HPL ഷീറ്റും GA ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു ഫോൾഡിംഗ് ഗേറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോകാം. ഇവിടുന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പാക്കല്ലാണ്. മുറ്റത്ത് 2 വാഹനം പാർക്ക് ചെയ്യാം. ഒരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം, ഒരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. ഈ വീടിനും കാർ പോർച്ചിന്റെ 2 സൈഡിലായി നല്ല മനോഹരമായിട്ടുള്ള പില്ലർ നൽകിയിരിക്കുന്നു. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. KWA വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഇവിടെ ലഭ്യമാണ്. ഈ വീടിന്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട്. L ഷേപ്പിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കാം. 2 പാളിയുള്ള നല്ല മനോഹരമായിട്ടുള്ള മെയിൻ ഡോർ ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഒരു വലിയ പാളിയും ഒരു ചെറിയ പാളിയും നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നാൽ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഓരോ പാളിയുടെ ജനൽ നൽകിയിരിക്കുന്നു. ലിവിംഗ് സ്പേസിന്റെ ഒരു ഭാഗത്തുള്ള ഭിത്തിയിലായി ടെക്സ്ചർ വർക്കും ഇടയിൽ ബ്ലാക്ക് സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിന്റെ പുറകിലായി ലൂവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇവിടെ പർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസാണ് ഇത്. ലിവിംഗ് സ്പേസിലത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും ഇവിടെ യെല്ലോ കളറിലും നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന വാൾ പെയിന്റിങ്ങും നൽകിയിരിക്കുന്നു. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ക്രോക്കറി ഷെൽഫ്, ഇവിടെ ഇൻവേർട്ടർ വെക്കാനുള്ള ഒരു സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. വാഷ് ബേസിൻ വച്ചിട്ടില്ല, അത് വെക്കുന്നതാണ്. ഇവിടെ കൗണ്ടർ ടോപ്പ് ഫുൾ ബോഡി ടൈലുകളാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വലിയ മിറർ ഇവിടെ നൽകിയിരിക്കുന്നു. മിററിൻ്റെ ബാക്കിലായി LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. മുകളിലായി പ്രൊഫൈൽ ലൈറ്റും നല്ല മനോഹരമായി ചെയ്തിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ലൂവറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ഫുൾ ബോഡി ആയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് ഈ കിച്ചണിൽ നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയുമായി കുറേ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിലാണ് സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്രിഡ്ജ് പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം.
ഇവിടെ ഒരു സിങ്ക് നൽകിയിരിക്കുന്നു. ഹാൻഡ് മെയ്ഡ് സിങ്കാണ് ഇത്. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. നേരത്തെ പറഞ്ഞ പോലെ കിണർ വെള്ളം ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്. നല്ല മനോഹരമായിട്ടുള്ള ഡോറാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. എൻ്റെ പുറകിലായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഓരോ പാളിയുടെ 2 ജനലുകൾ നൽകിയിരിക്കുന്നു. 3 പാളിയുള്ള നല്ല മനോഹരമായിട്ടുള്ള വാർഡ്രോബ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ് ഇത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ ക്യൂരിയോസ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇത്. ഇവിടെ ബാത്റൂം ഫിറ്റിങ്സ് ഒന്നും വന്നിട്ടില്ല, അത് വരുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ നല്ല വിശാലമായിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. ഇവിടെ 3 പാളിയുടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ക്യൂരിയോസ് ഷെൽഫ്. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഓരോ പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള 2 ക്യൂരിയോസ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ ഫുഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭിത്തിയിലായി ടെക്സ്ചർ വർക്കും ഇടയിൽ ബ്ലാക്ക് സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഓരോ പാളിയുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇവിടെയായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഓരോ പാളിയുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ 3 പാളിയുള്ള ഒരു ജനൽ നൽകിയിട്ടുണ്ട്. 3 പാളിയുള്ള നല്ല മനോഹരമായിട്ടുള്ള കബോർഡ്. ഇവിടെ ക്യൂരിയോസ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ ലഭ്യമാണ്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. നാലാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. വാർഡ്രോബും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. ഇവിടെ ഈ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് നൽകിയിരിക്കുന്നു. 2 സൈഡിലും ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഈ വഴി ടെറസിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി. കവേർഡ് സ്പേസ് വന്നിരിക്കുന്നത് L ഷേപ്പിലാണ്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസിലുമാണ്. ഇതാണ് ഓപ്പൺ സ്പേസ്. നല്ല മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബ് ഡിസൈനും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളിയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. 5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 100 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 7 കിലോമീറ്റർ, കിഴക്കമ്പലം 2 കിലോമീറ്റർ, പള്ളിക്കര 1 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റൽ 3.5 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളി 13 കിലോമീറ്റർ, എയർപോർട്ട് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 90 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.